ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ് കാന്റിലിവർ ബീം. കാന്റിലിവർ ബീമിലുള്ള ഷിയർ ഫോഴ്സിന്റെയും ബെൻഡിങ് മൊമെന്റിന്റെയും ഡയഗ്രാം എങ്ങനെ വരയ്ക്കാമെന്നാണ് അടുത്ത് നോക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു ബീം തന്നിട്ടുണ്ട്. ഈ ബീമിലേക്ക് ഒരു ബീം തന്നിട്ടുണ്ട്. ഈ ബീമില് ഒരു പോയിന്റ് എയും ഒരു പോയിന്റ് ബിയും രണ്ട് പോയിന്റ് ഉണ്ട്. ഇതിൽ നമുക്ക് ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് W വന്നിട്ട് വെയിറ്റ് W വന്നിട്ടുണ്ട്. പിന്നെ രണ്ട് റിയാക്ഷൻ ആയിരിക്കും. റിയാക്ഷൻ ഒന്ന് എയിൽ നിന്നും മുകളിലോട്ടും ബിയിൽ നിന്നും മുകളിലോട്ടും രണ്ട് റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. ഇനി ഇതിന്റെ നമുക്ക് ഷിയർ ഫോഴ്സിന്റെയും മൊമെന്റത്തിന്റെയും ബെൻഡിങ് മൊമെന്റത്തിന്റെയും ആദ്യം ഷിയർ ഫോഴ്സ് ആദ്യം കാണാം. അതിനുശേഷം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് നമുക്ക് കാണാം. അപ്പൊ ഈ ബി എന്ന വാല്യൂവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഈ W എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷിയർ ഫോഴ്സ് ബി പോയിന്റിൽ ആദ്യം ബി പോയിന്റിലാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ബി പോയിന്റ് ഇതാണ് ബി പോയിന്റ്. അതിന്റെ ലെഫ്റ്റിലായിട്ട് നമുക്കൊരു സെക്ഷൻ വരയ്ക്കാം. ഇവിടെ നമ്മൊരു സെക്ഷൻ വരച്ചു. ഈ സെക്ഷനിൽ നിന്നും അതിന്റെ ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോൾ എവിടെ വരെ വരും? അല്ല, റൈറ്റിലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബി പോയിന്റ് റൈറ്റിലോട്ട് എടുക്കുകയാണെങ്കിൽ WN കിട്ടും. ഇത് താഴോട്ടാണ് ഫിഗർ വരുന്നത്. താഴോട്ട് ഇതിന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന താഴേക്കാണ്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നോക്കി ഇവിടെ നമ്മൾ സെക്ഷന്റെ റൈറ്റ് സൈഡിൽ താഴേക്കും ലെഫ്റ്റ് സൈഡ് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് സൈൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സ് ഓഫ് ബി എന്ന പോയിന്റിൽ നമുക്ക് ബി എന്ന പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്. പോസിറ്റീവ് ആയിരിക്കും സൈൻ. അപ്പൊ ഈ പോയിന്റിന്റെ ലെഫ്റ്റിലെ സെക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഈ WN മാത്രമേ ഉള്ളൂ. അപ്പൊ S of F of B എന്ന് പറയുന്നത് പ്ലസ് WN എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? ഇനി അടുത്ത ഷിയർ ഫോഴ്സ് എ പോയിന്റ് കൺസിഡർ ചെയ്യാം. അപ്പൊ എ പോയിന്റിന് റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഒരു സെക്ഷൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ അഫക്ട് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഈ WN മാത്രമേ ഉള്ളൂ. ഇതും ഡയറക്ഷൻ വരുന്നത് പോസിറ്റീവ് തന്നെയാണ്. അതായത് ഇതിന്റെ ഡയറക്ഷൻ അടിയത് മുകളിലേക്ക് വരുന്ന ഈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പോസിറ്റീവ് തന്നെയാണ് വരാം. സെക്ഷന്റെ ലെഫ്റ്റ് സൈഡില് ഇത് മുകളിലേക്കാണ് ആരോ വരുന്നത്. ലെഫ്റ്റ് സൈഡില് മുകളിലേക്ക് വരുമ്പോൾ അത് പോസിറ്റീവ് തന്നെ വരും. അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സ് എ എന്ന പോയിന്റിൽ വരുന്നത് WN പ്ലസ് ആയിരിക്കും. ഇത് ക്ലിയർ ആണോ? അപ്പൊ രണ്ടാമത് ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് ബെൻഡിങ് മൊമെന്റ് കാണാം. ബെൻഡിങ് മൊമെന്റ് ബി ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ ഏത് പോയിന്റ് ആണ് എടുക്കുന്നത് ആ പോയിന്റ് 0 ആയിരിക്കും. അപ്പൊ ഈ ബി പോയിന്റിൽ എടുക്കുമ്പോൾ അത് ആദ്യം 0 ആയിരിക്കും. രണ്ടാമത് എ പോയിന്റിൽ എടുക്കുമ്പോൾ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് നമുക്ക് ബെൻഡിങ് മൊമെന്റ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് W ആണ്, ഡിസ്റ്റൻസ് പറയുന്നത് L ആണ്. അപ്പൊ നമുക്ക് WL എന്ന് കിട്ടും. ഇനി ഇത് സൈൻ നോക്കുമ്പോൾ എ എന്ന പോയിന്റ് ആണ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ സിമ്പൽ സൈൻ വരുന്നത് തിരിച്ച് ഇവിടെ മുകളിലേക്കാണ്. മുകളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു സെക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ മുകളിലേക്കാണ് വരുന്നത്. മുകളിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് വരും. ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ എയുടെ പോയിന്റ് ബി ഓഫ് എ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇപ്പുറത്തോട്ട് ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് വരും. അപ്പൊ അത് ബെൻഡിങ് പോയിന്റ് നെഗറ്റീവ് Wന്റെ L എന്ന് കിട്ടും. ഇത് രണ്ടും കിട്ടി. ഇനി ഈ ഫസ്റ്റ് പോയിന്റ് വെച്ചിട്ട് എങ്ങനെ ഡ്രോ ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞേക്കുന്നത് ആദ്യം നമ്മൾ ഷിയർ പോയിന്റ് ഒരു ബേസ് ലൈൻ വരയ്ക്കാം. ഈ റെഡിൽ വരച്ചിരിക്കുന്ന AB എന്ന് പറയുന്നത് ബേസ് ലൈൻ ആണ്. ഇവിടെ B എന്ന പോയിന്റ് ആക്ട് ചെയ്യുന്നത് W ആണ്, A എന്ന പോയിന്റ് W ആണ്. അപ്പൊ രണ്ട് Bയുടെ പോയിന്റ് ഇവിടെ ഞാൻ അടയാളപ്പെടുത്തി, W എന്നുള്ളത് ഇവിടെ അടയാളപ്പെടുത്തി, Aയിലും W അടയാളപ്പെടുത്തി. അപ്പൊ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇത് കൂട്ടി വരയ്ക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള ഭാഗമാണ് നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആണത്? അപ്പൊ ഷിയർ ഫോഴ്സ് ഡയഗ്രം കഴിഞ്ഞു. ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ആണ് പറയണം. ബെൻഡിങ് മൊമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബി പോയിന്റിൽ 0യിലും BAയില് -WL ആണ്. അപ്പൊ നോക്കിയേ, ആദ്യം ബേസ് ലൈൻ വരച്ചു, എയും ബിയും ബേസ് ലൈൻ വരച്ചു. ബി സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിലാണ്. അപ്പൊ ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇനി എ പോയിന്റ് വരുന്നത് ഹോഗിങ് ആണ്. ഇവിടെ നമുക്ക് എന്താ പറയുന്നത്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് സിമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു മുകളിലേക്ക് വരുന്ന പോസിറ്റീവ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഫിഗറിലൊന്നും വിട്ടുപോയേ, ഇതിന്റെ ഉള്ളിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഉള്ളിൽ വരുന്ന ഭാഗം ഇത് പോസിറ്റീവ് ആണ്. ഇത് താഴെ വരുന്ന ഈ ഭാഗമായിരിക്കും നെഗറ്റീവ്. അപ്പൊ ഇവിടെ എടുക്കുമ്പോൾ ഈ ടേം നെഗറ്റീവ് ആണ്.
നെഗറ്റീവ് നമ്മൾ ബേസിന് താഴെ വരുന്നത് നെഗറ്റീവും ബേസിന് മുകളിൽ വരുന്നത് പോസിറ്റീവും. അപ്പൊ ഇവിടത്തെ ബേസ് എ ബിക്ക് മുകളിൽ വന്നതുകൊണ്ട് ഇത് പോസിറ്റീവായി. ഇവിടെ നമുക്ക് എ ബി ആണ് ബേസ് ലൈൻ. ഇതിന്റെ താഴേക്കാണെന്ന് വരുന്നത് ഈ -WL വരുന്നത് താഴേക്കാണ്. അപ്പൊ എയിലെ പോയിന്റ് താഴേക്ക് WL ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ എ പോയിന്റും ഈ ബി പോയിന്റ് നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഇവിടെ ട്രയാങ്കിൾ ഫോം കിട്ടും. ഇത് ഫില്ല് ചെയ്യാം. ഇതിൽ നമുക്ക് ഇപ്പൊ നോക്കിയാൽ ഈ ബേസ് ലൈന് താഴേക്കാണ് ഫിഗർ വന്നേക്കുന്നത് കൊണ്ട് ഇത് നെഗറ്റീവ് ആവും. ഇതിന്റെ ഉള്ളിൽ നെഗറ്റീവ് ആവും, ഇതിനുള്ളത് പോസിറ്റീവ്. ബേസ് ലൈന് മുകളിലാണ് ഷിയർ ഫോഴ്സ് വന്നേക്കുന്നത് മുകളിലും, ബെൻഡിങ് മൊമെന്റും വന്നേക്കുന്നത് താഴെയാണ്. അപ്പൊ ബെൻഡിങ് മൊമെന്റ് നെഗറ്റീവ് വരും, ഷിയർ ഫോഴ്സ് പോസിറ്റീവ് വരും. ഇത് ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ഇത് വരയ്ക്കാം. ഇനി വാല്യൂ വെച്ചിട്ട് വരയ്ക്കുന്ന ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നതാണ് ലൈൻ എ തുടങ്ങിയിട്ട് ബി വരെ ഉള്ള എ തുടങ്ങി ഡി വരെ. അപ്പൊ അതിൽ എത്ര ഫോഴ്സ് ഉണ്ട്? ഒന്ന് എയുടെ ഫോഴ്സിൽ അതിന്റെ ഡിസ്റ്റൻസ് 0.3 തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്ന ഒരു വെയിറ്റോട് അഫക്ട് ചെയ്യുന്നുണ്ട്. ബിയിലേക്ക് ഒരു ഫോഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട് 300 ന്യൂട്ടൺ, സിയിലേക്ക് 500 ന്യൂട്ടൺ, ഡിയിലേക്ക് 800 ന്യൂട്ടൺ. എന്നിട്ട് ഇതിന്റെ ഓരോന്നിന്റെയും ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇവിടെ 0.5, 0.7, 0.8 ഇത്ര നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഓരോ പോയിന്റിലെയും ഷിയർ ഫോഴ്സ് കാണാം. അപ്പൊ ആദ്യം ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കണ്ടുകൊണ്ട് പോവാം. അപ്പൊ നമുക്ക് ഇതിന്റെ സൈൻ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് ആദ്യം റൈറ്റിലേക്ക് എടുക്കുന്ന സമയത്ത് നോക്കിയാൽ ഇവിടുത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഡി എന്ന പോയിന്റിൽ വരുന്ന ആകെ ഇതിൽ വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ട് ഫോഴ്സ് ഒന്നും വരുന്നില്ല. വെർട്ടിക്കൽ ഫോഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഒറ്റ ഫോഴ്സ് ഡിയിൽ വരുന്നുള്ളൂ, അത് 800 ന്യൂട്ടൺ. അപ്പൊ നമുക്ക് ഷിയർ ഫോഴ്സ് ഓഫ് ഡി എന്ന് പറയുന്നത് 800 ആണ്. ഇവിടെ സൈൻ സിമ്പിൾ നോക്കിയാൽ താഴേക്കാണ്. താഴേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്ത് താഴേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും, ഇതാണ് നമ്മൾ എടുക്കുന്ന സെക്ഷൻ എന്നുണ്ടെങ്കിൽ അതിന്റെ സെക്ഷന്റെ റൈറ്റ് സൈഡ് താഴേക്ക് വരുമ്പോൾ ഈ സൈഡ് മുകളിലേക്ക് ആയിരിക്കും. അപ്പൊ ഇതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ 800 എന്നുള്ളത് പോസിറ്റീവ് ആണെന്ന് കിട്ടി. അപ്പൊ SFT കിട്ടിയാൽ ശരി ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ ഈ ഡിയുടെ പോയിന്റ് ആണ് നമ്മൾ ഡിയിലത്തെ പോയിന്റ് ആണ് നമ്മൾ അത് എടുക്കുന്നത്. അപ്പൊ ഷിയർ ഫോഴ്സ് ഓഫ് ടി ആണ് എടുക്കുന്നത്. ഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ ആകെ. അപ്പൊ അതിന്റെ ഈ ഡിയുടെ പോയിന്റിന്റെ നീങ്ങി ഇവിടെ ആയിട്ട് നമ്മൾ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. ഒരു സെക്ഷൻ നമ്മൾ വരച്ചു. ഈ സെക്ഷന്റെ ഇപ്പൊ ഇവിടെ നമ്മൾ ഫിഗറിൽ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇതൊരു സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സെക്ഷന്റെ റൈറ്റ് സൈഡ് താഴേക്കും ലെഫ്റ്റ് സൈഡ് മുകളിലേക്കും ആണെന്നുണ്ടെങ്കിൽ ഇത് പ്ലസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ സിമ്പിൾ പ്ലസ് അല്ലേ, ഇവിടെ താഴേക്കാണ്. ഇതാണ് സെക്ഷൻ എന്നുണ്ടെങ്കിൽ സെക്ഷന്റെ റൈറ്റ് സൈഡിൽ താഴേക്കാണ് ഡൗൺവേർഡ് ആരോ വന്നേക്കണത്. അപ്പൊ ഇവിടെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കണം? പ്ലസ് ആയിരിക്കണം. അപ്പൊ ഇതിൽ ആകെ ഒരു ഫോഴ്സ് അഫക്ട് ചെയ്യുന്നുള്ളൂ, ഈ 800 ന്യൂട്ടൺ. അപ്പൊ നമുക്ക് 800 ന്യൂട്ടൺ പ്ലസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ക്ലിയർ ആണോ? ഇനി സി പോയിന്റ് എടുക്കാം. സി പോയിന്റ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ ഉള്ളത് കിട്ടണം അല്ലെ. അപ്പൊ നമുക്ക് ഈ 500 വരണം, 800 വരണം. ഈ 500 എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കി ഇത് പ്ലസ് അല്ലേ വരാം. ഇപ്പുറത്തെ സൈഡ് താഴേക്കാണ് വന്നേക്കുന്നത്. അപ്പൊ ഇത് പ്ലസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പൊ സെക്ഷൻ ഇപ്പുറത്തോട്ടായിട്ട് വരും. അപ്പൊ നമുക്കിത് 500 പ്ലസ് ആയിട്ട് വരും, 800 പ്ലസ് ആയിട്ട് വരും. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 300 ഈ ഒരു വാല്യൂ കിട്ടും. ഇതായിരിക്കും നമുക്ക് സി കിട്ടുന്നത്. ഇതുപോലെ അടുത്ത ബി എടുക്കാം. ബി എടുക്കുമ്പോഴും ഈ 3 വാല്യൂ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 1060 കിട്ടും. ഇനി എ പോയിന്റ് എടുക്കാം. എ പോയിന്റ് എടുക്കുന്ന സമയത്ത് തന്നെ വരാം ഈ 3 ആഡ് ചെയ്ത് വരും. അപ്പൊ നമുക്ക് ഷിയർ ഫോഴ്സ് ഓഫ് എ എന്ന് പറയുന്നത് ഈ 3 ആഡ് ചെയ്ത് തന്നെ വരും, 160 തന്നെ കിട്ടുന്നു. അപ്പൊ ഈ 4 വാല്യൂ നമുക്ക് കിട്ടി. ഇനി 4 വാല്യൂ നമുക്ക് ആദ്യം നമുക്ക് ബേസ് എ തുടങ്ങി ഡി വരെയുള്ളൊരു ബേസ് ഞാനിവിടെ വരച്ചു. എ ബി സി ഡി ബേസ് വരച്ചു. ഇനി ഡിയിലെ പോയിന്റ് എത്ര കിട്ടിയാൽ നമുക്ക് 800 ആണ്. അപ്പൊ ഇതിന് മുകളിലായിട്ട് നമ്മൾ ഒരു പോയിന്റ് കൂടെ ഡി അടയാളപ്പെടുത്തി. അതുപോലെ സി പോയിന്റിൽ 1030 സിയിൽ അടയാളപ്പെടുത്തി, ബിയിൽ 1060 അടയാളപ്പെടുത്തി, എയിലും 1060 അടയാളപ്പെടുത്തി. ആദ്യം പോയിന്റുകൾ മാത്രം അടയാളപ്പെടുത്തി. അതിനുശേഷം ഈ പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിയിൽ നിന്നും ആണ് നമുക്ക് 800ലേക്ക് എത്തുന്നത്. അപ്പൊ ഇവിടെ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം അത് എവിടെ വരണം? സിയിലാണ്. ഇതിന്റെ ലെവലിൽ തന്നെ സിയിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്യിക്കുക. അപ്പൊ സിയിൽ ഇവിടെ വരും. എന്നിട്ട് ഇവിടെ നിന്നാണ് ബാക്കി ഇതിന് ഇൻക്രിമെന്റ് കാണിക്കേണ്ടത്. ബാക്കി അതിന്റെ ഇൻക്രിമെന്റ് കൊടുക്കുക. പിന്നെ അതിൽ നിന്ന് ഡിയിലേക്ക് വരുത്തും. ഡിയിൽ ഇനി ഇവിടെ നിന്ന് ഉള്ള ഇൻക്രിമെന്റ് മുകളിലേക്ക് കൊടുക്കുക. ഇനി ഇതിൽ നിന്നും എയിലേക്കുള്ള പോയിന്റ്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു ഗ്രാഫ് കിട്ടും. ഇത് മൊത്തമായിരിക്കും നമുക്ക് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത് ഇതിനുള്ളിൽ. ഇതാണ് നമ്മുടെ ഈ ഒരു ബ്ലോക്കാണ് ഇപ്പൊ നമുക്ക് വരുന്നത്. ഇത് ഈ ബേസ് ലൈനിന് മുകളിലായതുകൊണ്ട് ഇതൊക്കെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇത് ക്ലിയർ ആയോ? ഇനി ബെൻഡിങ് മൊമെന്റ് എടുക്കാം. ബെൻഡിങ് മൊമെന്റ് ആദ്യം ഡിയുടെ കേസ് 0 ആയിട്ട് എടുക്കുക. ഡിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക?
ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എപ്പോഴും ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. അപ്പൊ ഡിയിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ഡി ആദ്യം കൺസിഡർ ചെയ്യുമ്പോൾ ഇത് 0 ആയിട്ട് എടുത്തു. ഇനി നമുക്ക് സി എടുക്കാം. സി എടുക്കുമ്പോൾ ഏതൊക്കെ വരും ഇവിടെ? ഇവിടുത്തെ 800ഉം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഇൻറ്റു വെയിറ്റ് ആണ്. അപ്പൊ വെയിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 800 വെയിറ്റും ഡിസ്റ്റൻസ് 0.8ഉം. അപ്പൊ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16 40 ഇവിടെ ഈ ഒരു വാല്യൂ കിട്ടും. ഇത് നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കാരണം ബെൻഡിങ് മൊമെന്റ് വരുമ്പോൾ റൊട്ടേറ്റ് ചെയ്യണ്ടേ? റൊട്ടേറ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് റൊട്ടേഷൻ വരുന്നത് സൈൻ്റെ സിമ്പിളിന്റെ ഓപ്പോസിറ്റേക്ക് താഴേക്ക് സിമ്പിൾ വരുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. റൊട്ടേഷൻ ഈ ആരോ താഴേക്ക് വരുന്ന വാല്യൂസ് ഒക്കെ നെഗറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതെന്തായിരിക്കും? നെഗറ്റീവ് വരും. അങ്ങനെയാണ് ഇത് നെഗറ്റീവ് വന്നേക്കാം. സി വാല്യൂ കിട്ടിയത് ക്ലിയർ ആണോ? ഇനി ബി എടുക്കാം. ബി എടുക്കുമ്പോൾ ഇത് രണ്ടും വേണം. അതായത് 18 ഇൻറ്റു 0.8ന്റെ വാല്യൂ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ എന്ന് പറയുന്നത് ബി പോയിന്റ് എന്ന് പറയുന്നത്. അത് സി പോയിന്റ് ഇരിക്കുമ്പോൾ 0.7 പ്ലസ് 0.8 നമുക്ക് 1.5 കിട്ടും. ഈ 1.5 ഇൻറ്റു 18 ന്യൂട്ടനും അതുപോലെ 15 ഇൻറ്റു 0. ഹലോ ആ നമുക്ക് ബി പോയിന്റ് അല്ലേ കൺസിഡർ ചെയ്യണ്ട. അപ്പൊ ഇതല്ലേ ബി പോയിന്റ്? ക്ലിയർ അല്ലേ? പറയണ ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? ബി പോയിന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ബി പോയിന്റ് എടുക്കുമ്പോൾ നമുക്ക് ഈ സിയുടെയും ഡിയുടെയും ഡിസ്റ്റൻസ് 0.7 പ്ലസ് 0.8 എന്നുള്ളത് ആഡ് ചെയ്യുമ്പോൾ 1.5 കിട്ടും. അത് വെച്ചുകൊണ്ട് ഡിയുടെ പോയിന്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഈ ഫോഴ്സ് ഇൻറ്റു ഇത് പ്ലസ് ഇതാണ് ഫസ്റ്റ് ചെയ്തേക്കുന്നത്. സെക്കൻഡ് ഈ ഫോഴ്സ് ഇൻറ്റു ഈ 0.7 നമുക്ക് ഈ ടേം കിട്ടും. ഇതൊക്കെ നമുക്ക് ആരോ വരുന്നതൊക്കെ താഴോട്ടാണ്. അപ്പൊ ഒക്കെ എന്തൊരു നെഗറ്റീവ് തന്നെ വരാം. അപ്പൊ ഇത് നെഗറ്റീവ് ആയിരുന്നു, ഇത് നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആയിരിക്കും. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും അതിന്റെ ആൻസർ. അപ്പൊ ക്ലിയർ ആണത്? ഇനി എ പോയിന്റ് എടുക്കുക. എ പോയിന്റ് എടുക്കുമ്പോൾ ഇവിടെ തുടങ്ങി ഇത് മൊത്തം ആഡ് ചെയ്യുക. ഈ ഡിസ്റ്റൻസ് മൊത്തം ആഡ് ചെയ്യുമ്പോൾ 0.8 0.7 0.5 ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. 2 ഇൻറ്റു 800 ന്യൂട്ടൺ അത് താഴോട്ടാണ് ആരോ വരുന്നത് കൊണ്ട് അത് മൈനസ് ആണ്. അടുത്തത് ഇപ്പൊ അതോട്ട് വരുമ്പോൾ 0.7 0.5 ആടുമ്പോൾ 1.2 വരും. 1.2 ഇൻറ്റു 500 3 കിട്ടി. ഇനി മൈനസ് 300 ഇൻറ്റു ഇത് താഴേക്കാണ് ആരോ അതുകൊണ്ട് മൈനസ് ആണ്. ഇവിടെയും താഴേക്കാണ് ആരോ അപ്പോൾ അത് മൈനസ് തന്നെ വരും. 300 ഇൻറ്റു 0.5 അത് മൈനസ് വരും. അപ്പൊ ഈ 3 ടേം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 2315 ന്യൂട്ടൺ കിട്ടും. ഇത്ര വാല്യൂസ് കിട്ടി നമുക്ക്. ഇപ്പൊ 4 വാല്യൂസ് നമുക്ക് കിട്ടി. ഈ 4 വാല്യൂസ് കിട്ടിയത് ക്ലിയർ അല്ലേ? പിന്നെ ഒരു ബേസ് ഡയഗ്രാം വരയ്ക്കുക. എ തുടങ്ങി ഡി വരെ ബേസ് വരയ്ക്കുക. ഡിയുടെ പോയിന്റ് 0 എന്ന് പറഞ്ഞായിരുന്നു. 0 അടയാളപ്പെടുത്തുക. ഇനി സിയുടെ പോയിന്റിൽ മൈനസ് വാല്യൂ ആണ് നമുക്ക് കിട്ടിയേക്കണം. മൈനസ് വാല്യൂ വരുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? താഴേക്കായിരിക്കും വരാം. അപ്പൊ സിയുടെ ഒരു വാല്യൂ ഈ 640 എന്നുള്ളത് താഴെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി. ഇനി ബിയുടെ പോയിന്റും മൈനസ് തന്നെയാണ് വരിക. ഇത് മൈനസ് ഉണ്ട്, മൈനസ് തന്നെയാണ് വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതും ഇതിന്റെ താഴെയായിട്ട് അതായത് 1015 ആണ് വരുന്നത്. അപ്പൊ അതിന് താഴെയായിട്ട് അടയാളപ്പെടുത്താം. അടുത്ത വാല്യൂ മൈനസ് തന്നെയാണ് വരിക. അപ്പൊ അതും അതിന് താഴെയായിട്ട് അടയാളപ്പെടുത്താം. എന്നിട്ട് ഇത് മൂന്നും കൂടി ഒറ്റ സ്ട്രേറ്റ് ലൈൻ വെച്ച കൂട്ടി യോജിപ്പിച്ചിട്ട് ഇത് മൊത്തം ഒറ്റ ഫിഗറാക്കി മാറ്റാം. അപ്പൊ ഇതിനുള്ളിൽ നോക്കിയാൽ ഇതാണ് ബേസ് ലൈൻ. ബേസ് ലൈന് താഴേക്കാണ് നമ്മുടെ ഫിഗർ വന്നത്. അപ്പൊ ഇതിന്റെ ഉൾഭാഗം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ബെൻഡിങ് മൊമെന്റ് കിട്ടിയത് ക്ലിയർ ആണോ? ഞാനൊരു പ്രോബ്ലം ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്. ചെയ്ത് നോക്കാം കേട്ടോ. കിട്ടുന്നു നോക്കാം. ഒരു കാൻഡിലിവർ ബീം തന്നെയാണ് പറഞ്ഞേക്കണം. ലെങ്ത് 2.0 മീറ്റർ വന്നിട്ടുണ്ട്. ഇവിടെ ക്യാരി യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് ക്യാരി ചെയ്യുന്നത് 1 കിലോമീറ്ററിൽ. റൺ ഓവർ ദ ലെങ്ത് ഓഫ് 1.5 മീറ്റർ. ഫ്രീ എൻഡ് ആണ്. അപ്പൊ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റും കാൻഡിലിവറിന്റെ കിട്ടുമെന്ന് നോക്കാം. അടുത്തേക്ക് പോട്ടെ. ഹലോ 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 ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ അടുത്തേക്ക് പോട്ടെ. ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് വരയ്ക്കുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിലാണ് വരണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നാണ് അടുത്ത പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഡ്രോ ദ
shear force diagram and bending momentum for the simply supported beam with concentrated load at center. അപ്പൊ ഇതുപോലെ വന്നിട്ടുണ്ടാവുള്ളൂ. നമുക്ക് ഫിഗർ നമ്മൾ വരയ്ക്കണം. ഒരു ബീമാണ് പറഞ്ഞേക്കണത്, സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അപ്പൊ ഒരു ബീം വരച്ചു, രണ്ട് സൈഡിലും സപ്പോർട്ട് കൊടുത്തു, ഒരു വെയിറ്റ് ലോഡ് സെന്ററിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ W എന്ന് കൊടുത്തു. അപ്പോൾ വാല്യൂസ് ഒന്നും വന്നിട്ടില്ല, വാല്യൂസ് തരാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പൊ എയും ബിയും ബീമിന്റെ രണ്ട് പോയിന്റുകളായിട്ട് എടുത്തു. അത് സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അപ്പൊ രണ്ട് സപ്പോർട്ട് കൊടുത്തു. അതിന്റെ മൊത്തം ലെങ്ത് L ആണ്. അതിലേക്ക് ഒരു വെയിറ്റ് ലോഡ് എൻ്റർ ചെയ്യുന്നത് വെയിറ്റ് W സെന്ററിലേക്ക് കൊടുത്തു. അപ്പൊ അങ്ങനെ ഒരു ഫിഗർ നമ്മളോട് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ, അപ്പൊ ഈ ലോഡ് വരുന്ന പോയിന്റ് C ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെയുള്ള ലെങ്ത് L ആണെന്നുണ്ടെങ്കിൽ ഇത് സെന്ററിലേക്ക്, ഇത് ശരിക്കും സിമെട്രിക്കലാണ്. സെന്ററിൽ വരുന്ന ഒരു സെന്ററിലേക്ക് വെയിറ്റ് അപ്ലൈ ചെയ്ത് വരുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, സിമെട്രിക്കലായിരിക്കും, രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം L ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ A to C വരെയുള്ളത് L/2ഉം B to C ഉള്ളത് L/2 ആയിരിക്കും. അപ്പൊ രണ്ട് റിയാക്ഷൻ താഴേക്ക് ഉണ്ടായിരിക്കും. ഒന്ന് ഇതൊരു റിയാക്ഷനും ഇതൊരു റിയാക്ഷനും. ഇത്രയും ഫിഗർ നമ്മൾ ഇത് പറഞ്ഞേക്കണം അനുസരിച്ച് വരയ്ക്കാം. എന്നിട്ട് റിയാക്ഷൻ ഏതാന്ന് കണ്ടെത്താം. സിഗ്മ ഹൊറിസോണ്ടൽ വാല്യൂവും ഹൊറിസോണ്ടൽ സിഗ്മയുടെ സമ്മും വെർട്ടിക്കൽ സിഗ്മയുടെ സമ്മും അതുപോലെ സിഗ്മ മൊമെന്റ് ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യട്ടപ്പോ. അപ്പൊ ഈ ഒരു കേസിൽ നിന്ന് നമുക്ക് എന്തെന്ന് പറയാം, ഇതിൽ നമുക്ക് സിമെട്രിക്കൽ ആയതുകൊണ്ട് ഈ റിയാക്ഷൻ RA പ്ലസ് RBയും ഇത് രണ്ടും ഡയറക്ഷൻ മുകളിലേക്കാണ്. ഇതിൽ ഹൊറിസോണ്ടൽ വാല്യൂ ഇല്ല, വെർട്ടിക്കൽ വാല്യൂ മാത്രമേ ഉള്ളൂ. ഹൊറിസോണ്ടൽ വാല്യൂ ഒന്നും നമുക്കിവിടെ കാണാനില്ല. അതുകൊണ്ട് സിഗ്മ എച്ചിന്റെ ഈക്വൽ 0 എന്നുള്ള എടുക്കേണ്ട കാര്യമില്ല. ഇനി വെർട്ടിക്കലായിട്ട് എടുക്കുമ്പോൾ നോക്കിയേ, വെർട്ടിക്കൽ ഇവിടെ റിയാക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്, ഒരു W വരുന്നുണ്ട്. ഈ റിയാക്ഷൻ RA എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, RBയും പോസിറ്റീവ് ആണ്, W മാത്രം നെഗറ്റീവ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഒന്ന് കൊടുക്കാം. സിഗ്മ V ഈക്വൽ 0ന്റെ ഇക്വേഷനിൽ RA പ്ലസ് RB മൈനസ് W ഈക്വൽ 0. ഇതിൽ നിന്ന് നമുക്ക് മൈനസ് W ഈക്വലിന് അപ്പുറത്തോട്ട് ഉണ്ടാവുമ്പോൾ RA പ്ലസ് RB ഈക്വൽ ടു W ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് സെറ്റ് ചെയ്യാം. ക്ലിയർ ആണത്? അപ്പൊ ഇതിന്റെ സൈനും കൂടി നോക്കണേ. സൈൻ എന്ന് പറയുമ്പോൾ RA വരുന്ന ഡയറക്ഷൻ വരുന്ന മുകളിലേക്കാണ്, RB മുകളിലേക്കാണ്. അപ്പൊ ഇത് രണ്ടും പോസിറ്റീവ് സൈൻ ആണ്. W മാത്രമേ താഴേക്ക് വരുന്നുള്ളൂ, താഴേക്ക് വരുന്നത് നെഗറ്റീവ് സിമ്പിൾ ആണ്. അതുകൊണ്ടാണ് W നെഗറ്റീവ് ആയതും ഇത് രണ്ടും പോസിറ്റീവ് ആയതും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് RA പ്ലസ് RB ഈക്വൽ ടു W ഇക്വേഷൻ നമ്പർ 1 എന്ന് കിട്ടി. ഇനി നമുക്ക് മൊമെന്റ് കാണാം. സിഗ്മ മൊമെന്റ് ഈക്വൽ 0 ആണെന്നുണ്ടെങ്കിൽ A പോയിന്റിലാണ് കൺസിഡർ ചെയ്യുന്നത്. A പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ആ ടേം 0 ആയിരിക്കും. ഇവിടെ ഹലോ പറയട്ടെ എന്നത്? ഹലോ 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 അപ്പൊ നമുക്ക് മൊമെന്റം പറയട്ടെ. സിഗ്മ മൊമെന്റ് ഈക്വൽ 0ന്റെ കേസ് എടുക്കുക. അപ്പൊ നോക്കിയേ, A പോയിന്റിലാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ Aയിൽ വരുന്ന സമയത്ത് എന്തായിരിക്കും, അത് 0 ആയിരിക്കും. അപ്പൊ A നമ്മൾ എടുക്കണ്ട. അതിനുശേഷം നമ്മൾ ഈ C പോയിന്റിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ C പോയിന്റിൽ വരുമ്പോൾ നോക്കിയേ, വെയിറ്റ് W വരുന്നുണ്ട്, L/2 ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പൊ മൊമെന്റം കാണുന്ന ഇക്വേഷൻ ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് ആണ്, ഫോഴ്സ് W ഡിസ്റ്റൻസ് L/2. ഇതിന്റെ ആരോ നോക്കിയാൽ താഴേക്കാണ് ആരോ വരുന്നത്, അതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയി. അപ്പൊ W L/2, W L/2 എന്ന് കിട്ടും ഫസ്റ്റത്തെ കേസ്. അത് ക്ലിയർ ആണോ? ഹലോ, ഇത് ക്ലിയർ ആണോ? ഹലോ 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 ക്ലിയർ ആവുന്നില്ലേ? കട്ടായി പോണ്ടോ? ഇല്ലില്ല. അപ്പൊ നോക്കാം, അടുത്ത പോയിന്റ് നമുക്ക് ബിയുടെ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെയുള്ള A തുടങ്ങി B വരെയുള്ള ഡിസ്റ്റൻസ് L ആണ്. ബിയിൽ എഫക്ട് ചെയ്യുന്ന ഒരു വെയിറ്റ് ഉള്ളത് W ആണ്. അപ്പോൾ W ഇൻറ്റു L വരും. ഇവിടെ ആരോ മുകളിലേക്കാണ്, അപ്പൊ ഇതും വരും നെഗറ്റീവ് സിമ്പിൾ വരും.
എന്നുവെച്ചാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇവിടെ സിമ്പിൾ മുകളിലേക്ക് വരുമ്പോൾ നെഗറ്റീവും ആന്റി ക്ലോക്കും വരും, താഴേക്ക് വരുന്നത് ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ഫസ്റ്റത്തെ കേസ് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അത് പോസിറ്റീവ് വന്നു. രണ്ടാമത്തെ കേസ് മുകളിലേക്ക് വരുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നെഗറ്റീവ് ആവും. അപ്പൊ ഇവിടുത്തെ വാല്യൂ W ഇൻറ്റു L, ഡബ്ല്യുവിന് പകരം ഇവിടെ RB ഇൻറ്റു L എന്ന് പറയുന്നത് നെഗറ്റീവ് ആവും. ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ക്ലിയർ ആണോ അത്? ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ മൈനസ് ടേമിന് ഈക്വലിന് അപ്പുറത്തേക്ക് ഉണ്ടാവും. അപ്പൊ ഈ RBL എന്നുള്ളത് മൈനസിന് ഈക്വലിന് ഇപ്പുറത്തോട്ട് പ്ലസ് ആവും. അപ്പൊ WL/2 ഈക്വൽ ടു RBL. ഈ L രണ്ട് സൈഡിലും L കോമൺ ആണ്. അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ RBയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? W/2 എന്ന് കിട്ടി. RBയുടെ വാല്യൂ നമുക്ക് കിട്ടി, W/2 എന്ന് കിട്ടി. ഇനി ഈ വാല്യൂ ഇക്വേഷൻ നമ്പർ, ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ അതില് RBയുടെ വാല്യൂ നമുക്കിവിടെ കിട്ടി. ഇതിൽ കൊണ്ടുവന്ന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ RAയുടെ വാല്യൂ കിട്ടും. അപ്പൊ നോക്കിയേ, RA പ്ലസ് RB ഈക്വൽ ടു W. RBയുടെ വാല്യൂ W/2 നിന്ന് 2 ആണെന്നുള്ളത് ഇവിടത്തെ ഈ RAനെ ഇവിടെ നിർത്തി ഈ ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതാം. RA പ്ലസ് RB ഈക്വൽ ടു W. ഈ RB എന്താ ചെയ്യുക? ഈക്വലിന് അപ്പുറത്തേക്ക് ഉണ്ടാവും. അപ്പൊ RAയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ RA ഈക്വൽ ടു W. ഈ പ്ലസ് RB ഇപ്പതോടവും മൈനസ് ആവും, മൈനസ് RB എന്ന് വരും. ഈ RBയുടെ വാല്യൂ ഇവിടെ W/2 ആണ്, അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ W മൈനസ് W/2 കിട്ടും. ഇതിന് LC എടുക്കുമ്പോൾ ഈ 2 ഇടയ്ക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2W മൈനസ് W/2 എന്ന് കിട്ടും. ഈ 2W എന്ന് W കുറയ്ക്കുമ്പോൾ W/2 എന്ന് കിട്ടും ആൻസർ നമുക്ക്. ഇത് കിട്ടിയത് ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം നോക്കാം. ഇപ്പൊ ആദ്യം റിയാക്ഷൻ കിട്ടി. റിയാക്ഷനിൽ RAയുടെയും RBയുടെയും വാല്യൂ നമുക്കിവിടെ കിട്ടി. ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രം എങ്ങനെ വരാൻ നോക്കാം. അപ്പൊ ആദ്യം കാണാൻ പറഞ്ഞിരുന്നത് റിയാക്ഷൻ ആയിരുന്നു. അപ്പൊ റിയാക്ഷൻ കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് ഷിയർ ഫോഴ്സ് ഡയഗ്രം ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രം മറ്റ് A എടുക്കാം. Aയിൽ തുടങ്ങുകയാണെങ്കിൽ, Aയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ നമ്മൾ ഏത് കേസ് എടുക്കുമ്പോഴും അതിൽ ലെഫ്റ്റിലേക്ക് വാല്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് 0 ആയിരിക്കും. അതുപോലെ ഷിയർ ഫോഴ്സ് ഡയഗ്രം മറ്റ് റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡ് വരുമ്പോൾ നോക്കിയേ, റൈറ്റ് സൈഡ് വരുമ്പോൾ ഈ W/2 ആണ് റൈറ്റ് സൈഡിൽ വരുന്ന കേസ്. ഇതിന്റെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ W/2 B കേസ് വരുന്നത് W/2 ആണ്. അപ്പൊ നമുക്ക് ഇതിൽ B എന്ന് പറയുന്നത് W/2 കിട്ടും. അത് മുകളിലേക്കുള്ള ആരോ ആണ്, അതുകൊണ്ട് അത് പോസിറ്റീവ് വാല്യൂ കിട്ടും. അപ്പൊ A പോയിന്റ് കിട്ടി. A പോയിന്റ് ലെഫ്റ്റും വേണം, റൈറ്റും വേണം. A പോയിന്റ് ലെഫ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ലെഫ്റ്റ് സൈഡിൽ വാല്യൂസ് ഒന്നും ഇല്ല. ഇവിടെ 0 ഇപ്പുറത്താണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിതിനെ 0 കൺസിഡർ ചെയ്യാം. റൈറ്റ് സൈഡിൽ വരുമ്പോൾ RAയുടെ വാല്യൂ W/2 കിട്ടും. അപ്പൊ നമുക്കിവിടെ റൈറ്റ് സൈഡ് W/2 ലെഫ്റ്റ് സൈഡ് 0 കിട്ടും. ഇനി അതുപോലെ തന്നെ RBയുടെ കൺസിഡർ ചെയ്യാം. അല്ല, അതിനിടയിൽ C പോയിന്റ് ഉണ്ട്. C പോയിന്റ് കൺസിഡർ ചെയ്യാം. ഈ C പോയിന്റ് എടുക്കാം. C പോയിന്റ് ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ എന്ത് വരും? ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ഇപ്പൊ Aയുടെ വാല്യൂ ഉണ്ട്, W/2 വരും. ലെഫ്റ്റ് സൈഡിൽ ഒറ്റ വാല്യൂ ഉള്ളൂ, ഈ W/2. ഈ സിയുടെ ലെഫ്റ്റ് സൈഡിലാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ RAയുടെ വാല്യൂ W/2 വരും. അപ്പൊ ലെഫ്റ്റ് സൈഡ് W/2 കിട്ടി. ഇനി അതായത് ഇവിടെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇനി അതിന്റെ റൈറ്റ് സൈഡ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് വരുമ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡിലെ വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത്, ഇവിടുത്തെ വാല്യൂസ് ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രണ്ട് കേസ് വരും. ഇവിടെയും W/2 വരും, ഇവിടെയും W/2 വരും. ഇവിടുത്തെ കേസ് ഇത് ആരോ മുകളിലേക്കാണ്, ഇവിടെ വരുന്ന W/2 എന്ന് പറയുന്നത് താഴേക്കാണ് ആരോ വരും. അപ്പൊ ഇത് നെഗറ്റീവ് വരും. അപ്പൊ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും വരും. പോസിറ്റീവ് വാല്യൂ രണ്ട് സെയിം വാല്യൂ ആണ്, W/2 തന്നെയാണ്. ഒരു പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ 0 കിട്ടും. അല്ല, ഒരെണ്ണം W ഉള്ളൂ, W/2 ഇല്ല. ഇതിൽ W എടുക്കാൻ പറ്റുള്ളൂ. ഈ C പോയിന്റ് എടുക്കുമ്പോൾ ഒന്ന് ഈ W/2 വരും, അടുത്ത പോയിന്റ് W വരും. ഇത് നെഗറ്റീവ് വരും, ഇത് പോസിറ്റീവ് വരും. അത് ഈ C പോയിന്റ് ആണ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ RA W/2 വരും. പിന്നെ ഈ സെക്ഷന്റെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഈ W വരും. അപ്പൊ മൈനസ് ഇത് ആരോ താഴേക്കാണ്, ഈ ആരോ മുകളിലേക്കാണ്. അപ്പൊ ഇത് പോസിറ്റീവ് ആവും, ഈ വാല്യൂ നെഗറ്റീവ് ആവും, നെഗറ്റീവ് W വരും. ഇത് നേരത്തെ എടുത്ത പോലെ തന്നെ LC എടുക്കുക. LC എടുക്കുമ്പോൾ ഈ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ W മൈനസ് 2W ഡിവൈഡ് ബൈ 2 വരും. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് മൈനസ് W/2 കിട്ടും. ക്ലിയർ ആണോ? അതാണ് ഈ വാല്യൂ.
ഇനി അടുത്തത് ബി പോയിന്റ് എടുക്കുക. ബി പോയിന്റ് ലെഫ്റ്റ് എടുക്കുന്ന സമയത്ത് ബി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ W/2 ഉണ്ടായിരിക്കും, ഈ W ഉണ്ടായിരിക്കും. ഈ W/2 എന്നുള്ളത് ഇത് പോസിറ്റീവ് വാല്യൂ ആണ്, ഇത് നെഗറ്റീവ് വാല്യൂ ആണ്. നേരത്തെ കൊടുത്ത പോലെ തന്നെ വരില്ലേ? ഒന്ന് W/2 പോസിറ്റീവ് വരും, സി പോയിന്റിൽ വരുന്നത് -W ആണ്. അത് ആരോ താഴേക്കാണ്, സി വരുന്നത് താഴേക്കും, എ പോയിന്റ് വരുന്നത് മുകളിലേക്കാണ്. അപ്പൊ എയിൽ വരുന്നത് W/2 പോസിറ്റീവ് വരും, സിയിൽ വരുന്നത് നെഗറ്റീവ് വരും. ഇപ്പൊ നേരത്തെ ചെയ്ത പോലെ എൽസി എടുക്കുന്നത് -W/2 വരും. ഇനി ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡ് ബി പോയിന്റ് റൈറ്റ് സൈഡിലാണ് വരുന്നുണ്ടെങ്കിൽ, ബി പോയിന്റ് ഇതാണ്, ഇതിന്റെ റൈറ്റ് സൈഡിലാണ് സെക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആറയുടെ W/2 വരും. അപ്പൊ ഏതൊക്കെ വാല്യൂ വരും എന്ന് വെച്ചാൽ ഇവിടെ ആദ്യം W/2 വരും ഈ എ പോയിന്റിൽ. ഇത് ആര മുകളിലേക്ക് ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയിരിക്കും. സി പോയിന്റിൽ വരുന്നത് W ആണ്, ഇത് ആര താഴേക്കാണ്, അപ്പൊ -W വരും. ഇനി ബി പോയിന്റിൽ വരുമ്പോൾ വീണ്ടും R/2 വരും, അതും ആര മുകളിലേക്ക് ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയിരിക്കും. ഇത് കിട്ടിയ ക്ലിയർ ആണോ? അതെ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നോക്കിയേ, ഇതിൽ എൽസി എടുക്കുമ്പോൾ ഇതിന് എൽസി എടുക്കുന്ന സമയത്ത് ഇതിന് രണ്ടിടത്തും 2 ഉണ്ട്, ഇതിന് മാത്രം 2 ഇല്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ഇതിന് 2 കൊടുക്കാം. -2W + W / 2. ഇപ്പൊ നോക്കിയേ, ഈ പ്ലസ് ഇത് +W ആണ്, ഇത് +W ആണ്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2W വരും, ഒരു -2W വരുമ്പോൾ അത് 0 ആയിട്ട് പോകും. അപ്പൊ ഈ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, 0 ആയിട്ട് മാറും. ഈ വാല്യൂ കിട്ടിയത് ക്ലിയർ ആണോ? അതെ. ഇനി ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. ആദ്യം ബേസ് ലൈൻ വരച്ചിട്ടുണ്ട്, എയും ബിയും, അതിന് സെന്ററിലാണ് W ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങടെ L/2, ഇത് L/2 ആണ്. ആറയുടെ വാല്യൂ, റിയാക്ഷൻ വാല്യൂ നമുക്ക് കിട്ടിയത് W/2ഉം ബിയുടെയും W/2 ആണ്. ഇനി ഇതിൽ നമുക്ക് ഇതാണ് നമ്മുടെ ബേസ്. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ബേസ് ഇവിടെ വരച്ചു. ഇതിൽ കിട്ടിയേക്കണ വാല്യൂസ് നോക്കാൻ. ഇതിൽ കിട്ടിയേക്കണ വാല്യൂസ് ഓരോന്നും, ഒന്ന് FAയുടെ വാല്യൂ 0 ആണ്. FAയുടെ ലെഫ്റ്റ് വാല്യൂ 0 ആണ്, റൈറ്റ് വാല്യൂ W/L ആണ്. ഇവിടെ ഒന്ന് 0 ആയിരിക്കും, അപ്പൊ 0 എന്ന് W/L ഒരു പോയിന്റ് കൊടുത്തു. ഇനി അതിന് സി പോയിന്റ് എടുക്കുക. സിയുടെയും W/2 ആണ്, അതുപോലെ സിയുടെ റൈറ്റ് -W/2 ആണ്. അപ്പൊ പോസിറ്റീവ് W/2 ഇവിടെ അടയാളപ്പെടുത്തി. സിയുടെ നെഗറ്റീവ് വാല്യൂ വരുന്ന, സിയുടെ അടുത്ത പോയിന്റ് വരുന്നതാണ് സി ലൈൻ. സിയുടെ ഒരു പോയിന്റ് പോസിറ്റീവ് ആണ്, ഒരു പോയിന്റ് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് വരുമ്പോൾ ഇവിടെ ആയിരിക്കും ഇവിടെ അടയാളപ്പെടുത്താം. അത് ബേസ് ലൈനിന്റെ താഴെയാണ് ഒരു നെഗറ്റീവ് വരേണ്ടത്. എ പോയിന്റിൽ വരുന്ന പറഞ്ഞാൽ 0 ആണ്, അത് ഈ പോയിന്റിൽ വന്നു, ബേസിന്റെ പോയിന്റ് വന്നു. പിന്നെ വരുന്നത് W2 പോസിറ്റീവ് ആണ്, അപ്പൊ ഇവിടെ അടയാളപ്പെടുത്തി. സിയിൽ ഒരു പോയിന്റ് W2 പോസിറ്റീവ് ആണ്, അത് മുകളിൽ അടയാളപ്പെടുത്തി. അടുത്തത് സിയുടെ നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ബേസിന് താഴെ ഇവിടെ അടയാളപ്പെടുത്തി. ഇനി അടുത്തത് ബി വാല്യൂ എടുക്കുക. ബി വാല്യൂ ഒരെണ്ണം -W/2 ആണ്, അത് മൈനസ് ആയതുകൊണ്ട് ബേസിന് താഴെ ഇവിടെ അടയാളപ്പെടുത്തി. രണ്ടാമത്തെ വാല്യൂ ഇവിടെ 0 ആണ് കിട്ടിയേക്കുന്നത്, 0 ബേസിൽ അടയാളപ്പെടുത്തി. അപ്പൊ ഇങ്ങനെ 6 പോയിന്റ് നമുക്ക് കിട്ടി. ഇത് നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇതിലേക്കാണ്, ഇത് ഇങ്ങനെ 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 ആയിട്ട് ഇതായിരിക്കും നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത്. ഇതിൽ ബേസിന് മുകളിലുള്ള വാല്യൂ ഇത് പോസിറ്റീവ് ആയിട്ടും ബേസിന് താഴെ ഉള്ളതും നെഗറ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഇത് ക്ലിയർ ആണോ? അതെ. ഇനി ഇതിന്റെ ഈ ലൈനിന്റെ തന്നെ ബെൻഡിങ് മൊമെന്റ് വരയ്ക്കാം. എയുടെ പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എ പോയിന്റ് എപ്പോഴും 0 ആയിരിക്കും, അപ്പൊ ബെൻഡിങ് മൊമെന്റ് 0 ആയി. ഇനി സി പോയിന്റിൽ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കിയേ, സി പോയിന്റ് എടുക്കുമ്പോൾ ഇവിടെയാണ് വരുന്നത്. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് വെയിറ്റ് അപ്ലൈ ചെയ്യുന്നത് W/2ഉം ഇതിന്റെ ഡിസ്റ്റൻസ് L/2. അപ്പൊ W/2 ഇൻറ്റു ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പൊ W/2 ഇൻറ്റു L/2 ഇതാണ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ WL/4 എന്ന് കിട്ടും സി പോയിന്റിന്റെ. ഇനി ബി പോയിന്റ് എടുക്കുമ്പോഴും അത് തന്നെ ആയിരിക്കും, അത് 0 തന്നെ ആയിരിക്കും. എന്നുവെച്ചാൽ ഈ കേസിലും ഈ രണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ആയിരിക്കും, അതുകൊണ്ട് ഇത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ബേസ് ലൈൻ വരയ്ക്കുക. ബേസ് ലൈൻ വരച്ചത് ഇതായിരുന്നു ബേസ് ലൈൻ. ഇത് ബി പോയിന്റ് 0, ഇത് എ പോയിന്റ് 0. പിന്നെ ആകെ വരുന്നത് ഈ സി മാത്രമേ ഉള്ളൂ. സി എന്ന് പറയുന്നത് WL/4. ആ സി പോയിന്റിൽ ഇവിടെ ഞാൻ WL/4 ഇവിടെ അടയാളപ്പെടുത്തി. എന്നിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഫിഗർ വരും. ഇതിന്റെ ഉൾഭാഗം പോസിറ്റീവ് ആയിരിക്കും, പുറത്ത് നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണോ? അതെ. പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതിൽ വരച്ച് നോക്കാം കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവില്ല, ക്വസ്റ്റ്യൻ മാത്രം തന്നിട്ടുണ്ടാവുള്ളൂ, ഫിഗർ ഒന്നും തന്നിട്ടുണ്ടാവില്ല. ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം
bending moment diagram for the simple support beam carrying UDL over the entire span. UDL ഉള്ള കേസാണ് പറഞ്ഞേക്കുന്നത്, ഒരു സപ്പോർട്ട് ബീമിന്റെ UDL ഉള്ള കേസ്. അപ്പൊ നമ്മിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബീമിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ബീമില് ഒരു സിമ്പിൾ സപ്പോർട്ടഡ് ബീം ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്കിവിടെ സപ്പോർട്ടിന്റെ റിയാക്ഷൻ വരുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, രണ്ട് റിയാക്ഷൻ ഉണ്ടായിരിക്കും, RAയും RB ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്ന് സിമെട്രിക്കലായിരിക്കും, അതിന്റെ സെന്ററിലേക്കായിരിക്കും എന്ത് ചെയ്യുക, വെയിറ്റ് അപ്ലൈ വരുന്നത് സെന്ററിലേക്കായിരിക്കും. അപ്പൊ RAയുടെയും RBയുടെയും സെന്ററിലായിരിക്കും ഈ ഫിഗറിൽ വരുന്ന പോലെ തന്നെ സെന്ററിൽ തന്നെ ആയിരിക്കും എന്ത് വരുന്നത്, ഈ വെയിറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ട് സൈഡ് നമുക്ക് എന്ന് കൊടുക്കാം, RAയും RBയും WL/2 ഈക്വൽ ആണെന്ന് കൊടുക്കാം. ഇത് ഫസ്റ്റ് കേസ്, സിമെട്രിക്കലായി വരും, ഷേപ്പ് സിമെട്രിക്കലായി വരുമ്പോ. ഇത് ക്ലിയർ ആണോ? അതെ. ഓക്കെ. ഇനി നമുക്ക് ഇവിടുത്തെ വെർട്ടിക്കലും ഹെർസോണൽ എന്തായാലും ഇതിൽ വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഹെർസോണൽ 0 ആയിരിക്കും, വെർട്ടിക്കലും മൊമെന്റം ഇക്വിലിബ്രിയം കണ്ടീഷൻ ചെക്ക് ചെയ്യാം. മുന്നേ ആദ്യം ഇവിടെ ഷിയർ ഫോഴ്സ് ഓരോ പോയിന്റിൽ കൺസിഡർ ചെയ്യാം. ഫിഗർ വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ കേട്ടോ. എയും ബിയും പോയിന്റ് സെന്ററിലേക്ക് ആയിരിക്കും അഫക്ട് ചെയ്യുക. അപ്പൊ അതായിരിക്കും W അഫക്ട് ചെയ്യുന്നത് ഈ സെൻട്രൽ പോയിന്റിലേക്ക് ആയിരിക്കും. അപ്പൊ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈക്വൽ ആയിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈക്വൽ ആയിരിക്കും. മൊത്തം ലെങ്ത് L ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ളത് L/2, ഇവിടെ നിന്ന് ഇവിടെ വരെ L/2. അപ്പൊ നേരത്തെ ചെയ്ത പോലെ നമുക്കിവിടെ RA എന്ന് പറയുന്നത് WL/2ഉം RB എന്ന് പറഞ്ഞാലും WL/2 തന്നെ ആയിരിക്കും. ഇത് രണ്ടും ഇതുവരെ ഉള്ളത് ഇവിടെ സെയിം ആയിരിക്കും. ഇനി ഇതില് ഫസ്റ്റ് A പോയിന്റ് കൺസിഡർ ചെയ്യുക. A പോയിന്റിന്റെ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ വാല്യൂസ് ഒന്നും ഇല്ല, അതുകൊണ്ട് അത് എന്തായിരിക്കും, 0 ആയിരിക്കും. റൈറ്റിലേക്ക് എടുക്കുമ്പോൾ ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ, ഇവിടുത്തെ ഒറ്റ വെയിറ്റ് ഇവിടെ ഉണ്ടാവുള്ളൂ. വെയിറ്റ് മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്, പോസിറ്റീവ് സൈൻ ആയിരിക്കും, WL/2 ആയിരിക്കും വാല്യൂ. അതാണ് ഇവിടെ കിട്ടിയേക്കണ റൈറ്റ് സൈഡിൽ WL/2 പോസിറ്റീവ് സൈൻ ആയിരിക്കും, മുകളിലേക്കാണ് ഈ ആരം റിയാക്ഷൻ വരുന്നത്, മുകളിലേക്കാണ്. ഇത് രണ്ടും ക്ലിയർ ആണോ? അതെ. ഇനി ബി പോയിന്റ് എടുക്കുക. ബി പോയിന്റ് വരുമ്പോൾ ഇതാണ് ബി പോയിന്റ്. ബി പോയിന്റിന്റെ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ലെഫ്റ്റിലായിട്ട് വരുന്ന ഏതാണ്ട് ഒന്ന് ഈ WL/2 വരും, ഒരു ഫോഴ്സ് WL/2 വരും. അടുത്ത ഇത് ഈ ഇവിടെ അഫക്ട് ചെയ്യുന്ന Wയും ഇവിടെ മൊത്തമുള്ള Lഉം. അത് ഈ പോയിന്റിന്റെ ലെഫ്റ്റിലേക്കാണ് വരുന്നത്. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഒന്ന് ഇവിടുത്തെ റിയാക്ഷൻ RA. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, WL/2 വരും. ഇത് പോസിറ്റീവ് ആണ്, ആരോ മുകളിലേക്കാണ്. ഇനി ഇവിടെ നമുക്ക് ആരോ അപ്ലൈ ചെയ്തത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വരുമ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് ആയിട്ട് W ആണ് അഫക്ട് ചെയ്യുന്നത്. W ആണ് ഇവിടുത്തെ വെയിറ്റ്, ഡിസ്റ്റൻസ് L ആണ്, ഹോൾ ഡിസ്റ്റൻസ് L ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും, -WL എന്ന് വരും. ഇനി ബി പോയിന്റിന്റെ റൈറ്റ് സൈഡിലാണ് സെക്ഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും കൂടി വരും, ഈ WL/2 കൂടി വരും. ഇതും താഴേക്കാണ് അഫക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിന് നെഗറ്റീവ് സിമ്പിൾ വരും. ഇത് രണ്ടെണ്ണേ വരുള്ളൂ കേട്ടോ, സോറി, ഇത്രേ ഉള്ളൂ. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ഈ ഒരു സെക്ഷന് ലെഫ്റ്റ് സൈഡിൽ ഇത് റൈറ്റ് സൈഡ് കണ്ടീഷൻ, ഇത് ലെഫ്റ്റ് സൈഡ് കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഇത്രേ വരുന്നുള്ളൂ. ഈ പോയിന്റിൽ ഈ രണ്ടെണ്ണം, ഒന്ന് WL/2ഉം ഈ WL-ഉം. ഇതിന് എൽസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ന് കിട്ടും, -WL/2 എന്ന് കിട്ടും. ഇതിനെ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കുറയ്ക്കുമ്പോൾ നമുക്ക് -WL/2 എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ ലെഫ്റ്റ് സൈഡിലെ? ഇതിന്റെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ എന്തൊക്കെ വരും, റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഇവിടെയാണ് സെക്ഷൻ. അപ്പൊ ഇവിടെ നിന്ന് ആദ്യം ഈ WL/2 വരും, പിന്നെ ഇവിടുത്തെ WL വരും, ഇനി RBയിൽ വരുന്നത്. അപ്പൊ ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഒരു പോസിറ്റീവ് കൂടി വരും, ഇവിടുത്തെ RBയിൽ വരുന്ന WL/2 എന്നുള്ളത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യത്തെ WL/2 കിട്ടും, -WL വരും, ഒരു +WL/2 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ LC എടുക്കുമ്പോൾ ഇവിടെ 2 വരും, ഇതിനെല്ലാം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നേരത്തെ പോലെ തന്നെ 0 കിട്ടും. അപ്പൊ ബി പോയിന്റ് 0 എന്ന് കിട്ടി. ഇത് ക്ലിയർ ആണോ? അതെ. ഇനി ഈ പോയിന്റുകൾ മുഴുവനും നമുക്കത് പ്ലോട്ട് ചെയ്യാം. ഒരു ബേസ് ലൈൻ വരച്ചു, ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ബേസ് ലൈൻ വരച്ചു. ഇതാണ് എയും ഇത് ബിയും വന്നു. ഈ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് 0 വരുന്നു, അപ്പൊ ഇവിടെ താഴത്തെ 0 വരും. രണ്ടാമത്തെ പോയിന്റ് റൈറ്റ് സൈഡിലെ പോയിന്റ് WL/2 എന്നത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി. പിന്നെ ബിയിൽ ഒരു പോയിന്റ് 0 ആയിരുന്നു, ഒരെണ്ണം നെഗറ്റീവ് വാല്യൂ ആണ്. ഇതിൽ കിട്ടുന്ന ഒരു വാല്യൂ നെഗറ്റീവ് വാല്യൂ ആയിരുന്നു, ഒന്ന് നെഗറ്റീവ് വാല്യൂ ആയിരുന്നു. ബിയുടെ ലെഫ്റ്റ് വരുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരുന്നു. നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ ബി ബേസിന് താഴെ അടയാളപ്പെടുത്തി. ഇനി ഇത് ഈ ലൈനുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി വരയ്ക്കാം. ഇതിനുള്ളിലായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത് ഇതിന്റെ ഉള്ളിൽ, ഈ ഒരു ഫിഗറിനുള്ളിലാണ്. ഇത് ഈ കടന്നു പോകുന്ന ഈ പോയിന്റ്, രണ്ട് ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആയിരിക്കും നമ്മുടെ സെന്റർ. അതായത് ഇതിന്റെ മിഡിൽ ആയിരിക്കും, ഇതിന്റെ എയുടെയും ബിയുടെയും സെന്റർ ആയിരിക്കും അത്. ഇതായിരിക്കും നമ്മുടെ C എന്ന് പറയുന്ന പോയിന്റ്.
L/2 ആയിരിക്കും, ഇപ്പുറത്തെ സൈഡ് L/2 ആയിരിക്കും, ഇപ്പുറത്തെ സൈഡും L/2 തന്നെ ആയിരിക്കും അതിന്റെ ലെങ്ത്. അപ്പൊ ഈ മുകളിലത്തെ ടേമിൽ പോസിറ്റീവ് വരും, താഴത്തേക്ക് വരുന്നത് നെഗറ്റീവ് വരും. ഇത് ക്ലിയർ ആണ് ഫിഗർ? അതെ. ഇനി ബെൻഡിങ് മൊമെന്റ് എടുക്കുക. ബെൻഡിങ് മൊമെന്റ് കേസ് വരുമ്പോ എയിലും നേരത്തെ കൊടുത്ത പോലെ എയിൽ നേരത്തെ കഴിഞ്ഞ ഫിഗർ അനുസരിച്ച് ബി ഓഫ് എം എ എന്ന് പറയുന്നതും ബി ഓഫ് എം ബി എന്ന് പറയുന്നത് എയിൽ എടുക്കുന്ന പോയിന്റും 0 ആയിരിക്കും, ബിയിൽ എടുക്കുന്ന പോയിന്റും 0 ആയിരിക്കും. അപ്പൊ രണ്ടും ബി ഓഫ് എം എ സീക്വൽ ടു ബി ഓഫ് എം ബി സീക്വൽ ടു 0 ആയിരിക്കും. പിന്നെ നമുക്ക് സിയുടെ പോയിന്റ് മാത്രമേ കാണൂ. സിയുടെ പോയിന്റ് വരുമ്പോൾ സിയുടെ ലെങ്ത് സി എന്തായിരിക്കും പോയിന്റ് വരാം, സിയുടെ പോയിന്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് വരും, സി എടുക്കുമ്പോ സിയുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് WL/2 വരും. ഇത് ഇൻറ്റു ഇവിടുത്തെ L/2, അതായത് ഇവിടുത്തെ വെയിറ്റ് WL/2ഉം ഇവിടുത്തെ ഡിസ്റ്റൻസ് L/2. ഒരു കേസ് കിട്ടി. ഇനി എന്റെ റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ അടുത്ത കേസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, റൈറ്റ് സൈഡിലാണ് വരുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മൈനസ് ഇവിടുത്തെ ഡബിൾ എല്ലും ഈ രണ്ട് L/2 വരും. L/L വരുമ്പോ L/4 വരും ഇൻറ്റു WL/2 വരും. ഇത് സോൾവ് ചെയ്ത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ WL/4 മൈനസ് ഒരു ടേം മൈനസ് താഴോട്ട്, ഡയറക്ഷൻ ആരോ താഴോട്ടായിരുന്നു, ഇത് ഡയറക്ഷൻ ആരോ താഴോട്ടാണ്, ഇത് ഡയറക്ഷൻ മുകളിലേക്കാണ്. ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് വരും. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് WL/4 മൈനസ് ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ WL/8 വരും. WL/8 വരും. ഇതിന്റെ എൽസി എടുക്കുന്ന സമയത്ത് ഇവിടെ 8 ആണ്, ഇവിടെ 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിന്റെ മുകളിൽ താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2WL/8 മൈനസ് 2WL/8 എന്ന് കിട്ടും. അല്ല 1W, ഇവിടെ WL² 2 ഇല്ല കേട്ടോ, WL/8 വരും. അപ്പൊ ഈ 2ൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, WL/8 എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇല്ലേ. കിട്ടിയത് ക്ലിയർ ആണോ? അതെ. ഇനി ഇതിനെ ഫിഗറിലേക്ക് എടുക്കാം. ആദ്യം ബേസ് റിയാക്ഷൻ RAയും RBയും 0 ആണെന്ന് പറഞ്ഞു. RAയും RBയും 0 ആണ്. അപ്പൊ ഇവിടെ ഇത് B പോയിന്റ് ആയിരുന്നു, ഇത് A പോയിന്റ് ആയിരുന്നു. അപ്പൊ ഇവിടേക്ക് അപ്ലൈ ചെയ്യുന്ന RBയും 0 ആണ്. അപ്പൊ ഇവിടെ 0 വരും, Bയും 0 ആണ്. ഒറ്റ പോയിന്റേ ഉള്ളൂ നമുക്ക് ഇവിടെ WL/8 സിയിൽ വരുന്ന പോയിന്റ്. ആ പോയിന്റിനെ സിയിൽ ഇവിടെ അടയാളപ്പെടുത്തുക, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആര വരച്ചു കൊടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആര വരച്ചു കൊടുക്കുക. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വരുന്ന വാല്യൂസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇതൊരു പരാബോളുടെ ഷേപ്പ് ആയിരിക്കും വരിക. പോയിന്റിന് വരയ്ക്കുമ്പോൾ പരാബോള ഷേപ്പ് ആയിരിക്കും കിട്ടാം. ക്ലിയർ ആണത്? അതെ. ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ പറയുമ്പോൾ ക്ലിയർ ആവുന്നില്ലേ വരയ്ക്കാനുള്ളത്? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്ത ദിവസം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അതിലൊരു പോയിന്റ് കൂടി ഉണ്ട്. ഒന്ന് സിംപ്ലി സപ്പോർട്ടഡ് ബീം പറഞ്ഞു, ഇനി ഒരു ഓവർഹാങ്ങിങ് സപ്പോർട്ടഡ് ബീം, ഓവർഹാങ്ങിന്റെ ബീമിൽ വരുന്ന പോയിന്റ് പറഞ്ഞില്ല. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുണ്ട്, ഒരു മെത്തേഡ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഒരു ക്വസ്റ്റ്യനോട് ഹോംവർക്ക് കിട്ടുന്നത് ചെയ്ത് നോക്കാം, കിട്ടുന്നു നോക്കാം. അപ്പൊ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, കാന്റിലിവറിന്റെ ബെൻഡിങ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ നേരിട്ട് അതിൽ ആദ്യം എന്ത് കാണണം, ഒന്ന് റിയാക്ഷൻ കാണാം, എത്ര റിയാക്ഷൻ ഉണ്ടെന്ന് കണ്ടെത്താം, RAയും RBയുടെ വാല്യൂ കണ്ടെത്താം, ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കണ്ടെത്താം, ബെൻഡിങ് മൊമെന്റ് വാല്യൂ കണ്ടെത്താം. ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന സെക്ഷന്റെ ലെഫ്റ്റിലേക്ക് എടുക്കണം, റൈറ്റിലേക്ക് എടുക്കണം, അത് കൂട്ടി എഴുതാം. അത് എത്ര പോയിന്റ് ഉണ്ട് ആ പോയിന്റിലൊക്കെ കൺസിഡർ ചെയ്തിട്ട് എയും ബിയും സി ഉണ്ടെന്നുണ്ടെങ്കിൽ 3 പോയിന്റിന്റെയും ലെഫ്റ്റിലെയും റൈറ്റിലെയും പോയിന്റ് കണ്ടെടുത്തിട്ട് ഷിയർ ഫോഴ്സ് കാണാം. ആ പോയിന്റ് ബേസ് ലൈൻ വരച്ചിട്ട് പോയിന്റ് അടയാളപ്പെടുത്തുക, അത് തമ്മിൽ കൂട്ടി വരച്ചിട്ട് പോസിറ്റീവ് ലൈൻ ആണെങ്കിൽ പോസിറ്റീവിലേക്ക് വരും, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിലേക്ക് ആയിട്ട് ഫിഗർ വരയ്ക്കാം. പിന്നെ ബെൻഡിങ് മൊമെന്റ് ആവുമ്പോൾ ഇക്വേഷൻ ഡിസ്റ്റൻസ് ഹോൾസ് ഇൻറ്റു ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ കൊടുക്കുക, ഡയറക്ഷൻ നോക്കുക. ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവും ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ് വരും. എന്നിട്ട് ഫിഗർ വരയ്ക്കുക. അതിന്റെ ഉള്ളിൽ വരുന്ന ഭാഗം ബേസിന് താഴെയാണെങ്കിൽ നെഗറ്റീവ് വരും, ബേസിന് മുകളിലാണെങ്കിൽ പോസിറ്റീവ് വരും. ഇത്
ബേസ് ആയിട്ട് ഇതുപോലെ കൊടുക്കുക. വാല്യൂസ് ഇട്ടിട്ട് വരയ്ക്കുമ്പോൾ വാല്യൂസ് വെച്ച് വരയ്ക്കും. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? വരയ്ക്കാം. അതെ. ഇതിലൊരു ടോപ്പിക് കൂടി ഉണ്ടായിരുന്നു. ഇതിൽ ഓവർ ഹാങ്ങിങ് ബീമിന്റെ ലോഡ് വരുന്ന പോയിന്റ് വരച്ചിട്ടില്ല. അത് നമുക്ക് അടുത്ത ദിവസം വരയ്ക്കാം. ഈ വർഷം ഇതിന്റെ നോട്ട് വേണോ? സെൻഡ് ചെയ്യണോ സാർ? ഇത് ഇപ്പൊ ഈ മൊഡ്യൂളിൽ ഇപ്പൊ ഒരു എല്ലാമായിട്ടും ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാവുള്ളൂ. ആ ക്വസ്റ്റ്യൻ കൂടിയും ആ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ദിവസം പറയാം. അപ്പൊ ഇതിന്റെ നോട്ട് ഞാൻ സെൻഡ് ചെയ്യാം. എന്നിട്ട് ഇത് വരച്ച് നോക്കാട്ടോ. വരച്ച് നോക്കിയിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ലെന്ന് പോയിന്റ് എടുക്കുന്നതൊക്കെ നോക്കി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഒരു പോയിന്റ് വിട്ടുപോയി നോക്കിയില്ല, കണ്ടില്ലെന്ന് കേട്ടോ. അപ്പോൾ ചെയ്തു തോന്നുന്നു. അത് അടുത്ത ദിവസം നോക്കാം കേട്ടോ. അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം.